പെപ്പർ സ്പ്രേ പ്രയോഗിച്ചിരിക്കുന്നു. പെപ്പർ സ്പ്രേ പോലീസ് പ്രയോഗിക്കുകയാണോ? അത് മര്യാദകേടാണ്. അങ്ങനെയുള്ളത് മര്യാദകേടാണ്. ഞാൻ പറയുന്നത് ഈ ദിവസം അത്രയും 50 മണി ആളുകൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചിരിക്കുന്നു പോലീസ്. ലാത്തി വീശതും പോരാഞ്ഞ് ലാത്തി വീശപ്പോൾ ജനം അവിടുന്ന് ഓടി മാറിയതാണ്. നെന്മാറ ബസ് സ്റ്റാൻഡിലേക്ക് ഓടിച്ചിട്ട് അടിക്കുകയാണ് പോലീസ്. ആളുകളെല്ലാം ഹാഷ്മി ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിൽ ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ആളുകളെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് സൂരജ്, ഹാഷ്മി വലിയ പ്രതിഷേധത്തിലേക്ക്, അതായത് ഇവർ ഹാഷ്മി പറയൂ. അല്ല, പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുള്ള പ്രയോഗത്തിന്റെ അത്രയും കടന്ന പ്രയോഗത്തിന്റെ ആവശ്യം എന്തായിരുന്നു സൂരജ് അവിടെ? ശരിയാണ്, നാട്ടുകാർ പ്രതിഷേധിച്ചു. ശരിയാണ്, നാട്ടുകാർ ആ ഗേറ്റ് തള്ളി അതിന് ലാത്തി ചാർജ് ഉണ്ടായി, നാട്ടുകാർ ഓടിപ്പോയി. പിന്നീട് പെപ്പർ അടിക്കേണ്ട കാര്യം എന്താണ്? ഹാഷ്മി, ഈ നാട്ടുകാർക്കെതിരെ, അതായത് ഈ നെന്മാറ പോലീസാണ് ഈ പെപ്പർ സ്പ്രേ അടിച്ചതെന്നുള്ളതാണ്. അതായത് 29-ാം തീയതി പരാതിയുമായി അഖില എന്ന് പറയുന്ന രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി ഇവിടെ എത്തിയിട്ട് ആ നീതി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത പോലീസാണ് ഇന്ന് ഇവിടെ പ്രതിഷേധിച്ച പൊതുജനത്തിനെതിരെ പെപ്പർ സ്പ്രേ പോലും പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു പരാതി കൊടുത്തിട്ട് പരാതി കേൾക്കാൻ തയ്യാറാകാത്ത പോലീസാണ് പെപ്പർ സ്പ്രേ അടിച്ചത്. നമ്മളെ ആക്ഷേപിക്കുകയാണ് അവര്. ഈ മണിക്കൂറുകൾ അത്രയും ഈ നാട്ടുകാർ പോലീസിനൊപ്പം തിരയാൻ കൂടിയവരാ സൂരജ്. തീർച്ചയായും ഹാഷ്മി, അവരെ സംബന്ധിച്ച് ഈ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസിനൊപ്പം നിന്ന ആളുകളാണ്. ഈ പ്രതിക്ക് എല്ലാ സംരക്ഷണവും പോലീസ് നൽകുന്നു. അത് നിയമത്തിന്റെ ഭാഗമായിരിക്കാം, നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് നൽകുന്നതായിരിക്കാം. പക്ഷേ ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതേ നീതി തേടിയാണ് അഖില എന്ന് പറയുന്ന 19-കാരി ഇവിടെ എത്തുന്നത്. 29-ാം തീയതി തന്റെ അച്ഛന്റെ ജീവന ഭീഷണിയാണെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു. അന്ന് അനങ്ങാതിരുന്ന നെന്മാറ പോലീസ് ഇന്ന് ഈ നാട്ടുകാർക്ക് നേരെ, അവരുടെ മുഖത്തിന് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർത്തുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയെ ഈ മറ്റൊരു വാഹനത്തിൽ, അതായത് ബസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഒരു കാറിലേക്ക് മാറ്റുന്നു. നാടകീയമായാണ് ഈ നെന്മാറ പോലീസ് സ്റ്റേഷനകത്തേക്ക് പ്രതിയെ കയറ്റിയത്. ഈ നാട്ടുകാർക്ക് മുന്നിൽ ഈ പ്രതിയെ പ്രദർശിപ്പിക്കാൻ പോലും, അല്ലെങ്കിൽ നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. ഇന്ന് പോലീസ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ചു വരുമ്പോൾ പോലും ഈ നാട്ടുകാർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മേഖലയിൽ കാടിളക്കിയുള്ള ഒരു തെരച്ചിലിന് നേതൃത്വം കൊടുത്ത നാട്ടുകാരാണ്. ഇതിനിടയിലാണ് ചെന്താമര വീട്ടിലേക്ക് നടന്നു പോകുന്നതും പിന്നീട് പോലീസിന്റെ പിടിയിലാകുന്നതും. 2 തവണയാണ് പോലീസ് നാട്ടുകാർക്കെതിരെ ലാത്തി പ്രയോഗിച്ചത്. അതിനുശേഷം പെപ്പർ